ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് ഞാനല്ല വൃത്തിയാക്കുന്നതാണ്, അതാണ് ഞാൻ മുമ്പേ എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഞണ്ടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ണെരിയുന്നുണ്ട്, ഞാൻ മറ്റേ ഇതിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചേക്കുന്നത് അടുപ്പിൽ, അതായത് ഇളക്കാനുള്ള സൗകര്യത്തിന്, അതായത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ഇതിൽ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുക്കുകയും ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് സവാള ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മളിത് കുറച്ച് നേരം തന്നെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഇത് നല്ല കുഴഞ്ഞ് വരും കേട്ടോ. കുഴഞ്ഞ് വരുന്ന ടൈമിന് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നിച്ച് ഇട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്തതല്ല, അല്ലാതെ ചോപ്പറിലിട്ട് ഇതാക്കി എടുത്തതാണേ. അപ്പോൾ അത്രയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലുതായിട്ട് കണ്ണൊന്നും എരിഞ്ഞിട്ടില്ല. ഇത്രയും സവാള അരിഞ്ഞെങ്കിലും എനിക്ക് ഇത്ര ആവശ്യം സവാള അരിഞ്ഞു. മറ്റേത് സവാള അരിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കണ്ണുനീറ്റിലാണ് കേട്ടോ. പക്ഷെ ചിലർക്ക് സവാള എത്ര അരിഞ്ഞെന്നാലും കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരത്തില്ല. പക്ഷെ എനിക്ക് സവാള അടുത്തൂടെ പോയാൽ മതി, ഞാൻ കരഞ്ഞ് പിഴിഞ്ഞൊരു പരുവാവും. അപ്പോൾ അതിലേക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. കുറച്ച് ടൈം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു കളറ് മാറി നല്ലൊരു ഇതിൽ കിട്ടുവേ. ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പം നന്നായിട്ട് വഴണ്ടി കിട്ടി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഞണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിൽ ആവശ്യമായ മസാലകളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്കുള്ളവർക്കും ഇത് വെക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഞാനിത് വെക്കുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണേ എല്ലാം. അപ്പോൾ പിന്നീട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ. ഇതാകുമ്പോഴത്തേക്ക് എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കാര്യം കഴിയും. നമുക്ക് മസാലകളെല്ലാം ഒരു ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഒരു 2-2.5 സ്പൂൺ ചേർക്കുന്നുണ്ടേ. സാദാ ചില്ലി ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളറും ഇതുമെല്ലാം കാണും, എരിവും കുറവായിരിക്കും. അതുകൊണ്ടാണ് 2.5 ടീസ്പൂണിനോളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു 2.5 ടീസ്പൂണാണ്. ഇത് നമുക്ക് വറുത്തതും ചേർക്കാം, വറുക്കാത്തതും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ വറുക്കാത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. വറുത്തത് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കളറും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. എന്നാലും ഇതിനും കളറൊന്നും കുറവ് വരാൻ ഒരു സാധ്യതയില്ല കേട്ടോ. അപ്പോൾ 2.5 ടീസ്പൂണിൽ കൂടുതൽ മല്ലിപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമേ. പിന്നെ ഇതിൽ നമ്മൾ ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പ്, ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മളിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണമേ. ഉപ്പ് ഇപ്പം ഞാൻ 1 ടീസ്പൂൺ 1.25 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. സൗണ്ടിന് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രശ്നമുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, നമുക്ക് ആ ഒരു കളറ് അല്ലേ, നമ്മൾ ആ വറുത്ത മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നിറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇതാക്കിയിട്ട് തിളച്ച് നല്ല ഇതായിട്ട് വരുമ്പോൾ, അതായത് നല്ല വെന്ത് വരുന്ന ടൈമിന് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് വിതറി കൊടുത്തിട്ട്, അത് ഞാനൊരു ചെറിയ ടീസ്പൂണിനാണ് എടുത്തത്.
ചെറിയൊരിതിനാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കുമ്പോൾ ഒരു മണം വരും കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, എന്താ സ്മെല്ലെന്നറിയാമോ. നല്ല രീതിക്ക് വെക്കേണ്ട രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ നല്ല കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് വിതറി സെറ്റാക്കി എടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടൊന്നും ഈ ഒരു സാധനം ഞാൻ മീനൊന്നും അങ്ങനെ അധികം കഴിക്കൂലായിരുന്നു. എനിക്ക് മീനിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഞണ്ടാണ്. ഞണ്ട് പണ്ടും അങ്ങനെ തന്നെ എത്ര കിട്ടിയാലും കഴിക്കുമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഞണ്ട് ഒരുപാട് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഞണ്ട് കറി, ഞണ്ട് റോസ്റ്റ്, തോരൻ, ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക്. അപ്പം ഞണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എന്നെപ്പോലെ ഞണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഞണ്ടെല്ലാം ഈ ഒരു ഇതിൽ വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചോറും തോരനും പൊരിച്ച മീനും മെഴുക്കുരട്ടിയും എല്ലാം കൂടെ വെക്കുന്നതിൻ്റെ ഒരു സെൻട്രലായിട്ട് കുറച്ച് ഞണ്ടും എടുത്ത് അതിൻ്റെ കറിയും കൂടെ ഒന്ന് വെച്ച് തിന്നാൽ എൻ്റെ അമ്മോ പൊളിയാണ് മക്കളെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞണ്ട് ഇതേ രീതിയിലൊന്ന് വെച്ചിട്ട് ഞാൻ ആ ചോറിൻ്റെ കൂടെ ഒരു ഇച്ചിരി പോലെ മീൻകറിയും കൂടെ ഒഴിക്കുന്നുണ്ടേ. മീൻകറി ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വെച്ചതല്ലേ, അപ്പം എന്തായാലും ഒരു ഭംഗിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ട, ഈ ഒരു സാധനം മാത്രം മതി, ഞണ്ട് മാത്രം മതി. അത്രയും ചോറ് കഴിക്കാനായാലും അതുപോലെ ഉരട്ടി, അപ്പം, ദോശ, ഇതിനെല്ലാത്തിനും കഴിക്കാനും അത്ര മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.